ക്രിസ്ത്യൻ വിഭാഗവുമായി യോജിച്ച് മുന്നോട്ട് പോകുക എന്ന രാഷ്ട്രീയ നിലപാടിലേക്ക് ബി.ജെ.പി. ശ്രമങ്ങൾ തുടങ്ങിയിട്ട് ഇത് രണ്ടാം ക്രിസ്മസ് കാലമാണ്. പ്രകടമായി പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെ ക്രിസ്മസ് വിരുന്നിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ക്രിസ്ത്യൻ സമൂഹത്തിലെ പ്രമുഖർ പങ്കെടുത്തു. പ്രസംഗമധ്യേ പ്രധാനമന്ത്രി മണിനഗറിനെ കുറിച്ച്, ഗുജറാത്തിലെ മണിനഗറിനെ കുറിച്ച്, 2002 ഇലക്ഷനിൽ തനിക്ക് വലിയ പിന്തുണ നൽകിയ ക്രിസ്ത്യൻ സ്വാധീന മേഖലയെക്കുറിച്ച് പരാമർശിച്ചു. മണിനഗറിനെ കുറിച്ച്, മണിപ്പൂരല്ല. വിരുന്നിന് പിന്നാലെ ഉയർന്ന വിമർശനത്തിൽ മന്ത്രി സജി ചെറിയാൻ പക്ഷെ ചോദിച്ചത് മണിപ്പൂരിനെ കുറിച്ചാണ്. നമ്മുടെ ക്രിസ്ത്യാനികളായ ബിഷപ്പുമാരെ എല്ലാം വിളിച്ച് ഈയിടെ ഒരു അത്താഴം കൊടുത്തു, കുറച്ച് കേക്കൊക്കെ മുറിച്ചു. കർത്താവ് ജനിച്ചതിന്റെ ഓർമ്മയാണല്ലോ ഈ ക്രിസ്മസ് നാളിൽ. അപ്പൊ ചില ബിഷപ്പുമാർക്കൊക്കെ ആണെങ്കിൽ പ്രത്യേക ഒരു രോമാഞ്ചമുണ്ട്. ബി.ജെ.പി. നേതാക്കന്മാരെ വിളിച്ചാൽ പ്രത്യേക രോമാഞ്ചം. അപ്പൊ അങ്ങനെ രോമാഞ്ചം കൂടി കുറച്ചുപേര് പോയി ഡൽഹിയിൽ. കേക്കിന്റെ പീസും പിന്നെ മുന്തിരിങ്ങ ഇട്ട് വാറ്റിയ സാധനവും മറ്റ് അത്യാവശ്യ കാര്യങ്ങൾ. വാറ്റിയ സാധനം എന്ന് പറഞ്ഞാൽ മറ്റേ ഇതുള്ളതല്ല, മറ്റേ ഇത് വീജി, അതും എല്ലാം കഴിച്ച് സ്തുതിയൊക്കെ പാടിപ്പോകുന്നു. ഈ പോയ ആളുകൾ ഒരു വാക്ക് മണിപ്പൂരിൽ ഞങ്ങൾ പ്രതിദാനം ചെയ്യുന്ന സമൂഹത്തിൽപ്പെട്ട 100 കണക്കിന് ആളുകളെ കശാപ്പ് ചെയ്യുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒന്നിടപെട്ടൊരു വാക്ക് പറഞ്ഞു. പറയാനുള്ള ആർജവുണ്ടോ? ഒരാർജവുമില്ല. എന്നിട്ട് ബി.ജെ.പി.കാരന്റെ ഭീഷണിയുടെ മുമ്പിൽ, സംഘപരിവാറിന്റെ ഭീഷണിയുടെ മുമ്പിൽ മാലയിട്ട് ഞെളിഞ്ഞിരുന്ന് ഞങ്ങൾ ബി.ജെ.പി. ആണെന്ന് പറയാൻ കഴിയുന്ന ചില പുരോഹിതന്മാരടക്കം കേരളത്തിൽ ഇരുന്നു. മന്ത്രി സജി ചെറിയാന്റെ പരാമർശങ്ങളോട് കർശന സ്വരത്തിലാണ് സഭ പ്രതികരിച്ചത്. ആർക്കും വിമർശനം ഉന്നയിക്കാം, മാന്യമായിരിക്കണം, അതാണ് പ്രതീക്ഷിക്കുന്നത്. അപഹസിച്ച് സംസാരിക്കുന്നത് മന്ത്രിക്ക് യോജിച്ചതാണോ എന്ന് ചിന്തിക്കണമെന്നും കെ.സി.ബി.സി. വക്താവ്. സംസ്ഥാനത്തെ ഒരു മന്ത്രി, അദ്ദേഹം സംസ്ഥാനത്തെ അല്ലെങ്കിൽ രാജ്യത്തെ ഉന്നതമായ സ്ഥാനങ്ങൾ വഹിക്കുന്ന വ്യക്തികളെ അഭിസംബോധന ചെയ്ത് അവരെ വിമർശിക്കുമ്പോൾ പോലും ഉപയോഗിക്കുന്ന പദങ്ങൾ വളരെ സഭ്യമായിരിക്കണം. കേരളത്തിൻ്റെ സംസ്കാരത്തിന് യോജിച്ച വിധം മാന്യമായ പദങ്ങൾ കൊണ്ട് വിമർശിക്കാനുള്ള അവകാശം ആർക്കുണ്ട്. അത്തരം വിമർശനങ്ങളാണ് ഇത്തരം സ്ഥാനങ്ങളിരിക്കുന്നവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രോമാഞ്ചം ഉണ്ടായി, വൈൻ കുടിച്ച രോമാഞ്ചം ഉണ്ടാകുന്നവരാണ് മെത്രാന്മാരെന്ന രീതിയിൽ അപഹസിച്ച് സംസാരിക്കുന്നത് ഒരു സംസ്ഥാനത്തെ ഭരിക്കുന്ന മന്ത്രിക്ക് യോജിച്ചതാണോ എന്ന് അദ്ദേഹം ചിന്തിക്കണം. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിന് യോജിച്ച രീതിയിൽ വേണം അദ്ദേഹം ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിക്കാനായിട്ട്. അദ്ദേഹം ഒരു മന്ത്രിയാണ്, സാധാരണക്കാരനല്ല. അപ്പോൾ ഔന്നിത്യം ഉള്ള സ്ഥാനത്തിരിക്കുന്ന ആൾ ഔന്നിത്യത്തിന് യോജിച്ച വിധം പ്രതികരിക്കണം. സഭയ്ക്കെതിരെയുള്ള വിമർശനങ്ങളിൽ പാർട്ടി ക്ലാസിലെ നിഘണ്ടു ഒഴിവാക്കണമെന്ന കെ.ടി. ജലീലിനെതിരെയും സഭയുടെ നിലപാട്. കെ.സി.ബി.സി. തന്നെ നടത്തിയ ക്രിസ്മസ് വിരുന്നിനെ കുറിച്ച് ശ്രീ കെ.ടി. ജലീൽ മുൻ മന്ത്രി ഒരു പ്രസ്താവന നടത്തി. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ പാർട്ടിയിലുള്ള നേതാക്കന്മാർക്കൊക്കെ അവരുപയോഗിക്കുന്ന നിഘണ്ടു എല്ലാം ഒന്നാന്ന് തോന്നുന്നു. അതുകൊണ്ട് അത്തരം നിഘണ്ടു ഉപയോഗിച്ചിട്ടാണ് അവർ പാർട്ടി ക്ലാസ്സിൽ പങ്കെടുക്കുന്നത്. അത്തരം നിഘണ്ടുകൾ ഉപയോഗിക്കുന്നവരിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. എങ്കിലും സംസ്കാരമുള്ളൊരു സമൂഹത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ ഉന്നതമായ സ്ഥാനങ്ങൾ വഹിക്കുന്നവർ വളരെ ഔചിത്യപൂർണമായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വേണം വിമർശനങ്ങൾ ഉന്നയിക്കാൻ. നവകേരള സദസ്സിനായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും തൃക്കാക്കര മണ്ഡലത്തിൽ എത്തിയ അതേ ദിവസമാണ് അതേ മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന കെ.സി.ബി.സി. ആസ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും നേർക്ക് വിമർശനമുയർന്നത് എന്നത് ശ്രദ്ധേയമാണ്. പത്തനംതിട്ടയിൽ ഓർത്തഡോക്സ് വിഭാഗത്തിൽ നിന്നുള്ള വൈദികർ ഉൾപ്പെടെ ബി.ജെ.പിയിൽ ചേർന്ന സാഹചര്യം കൂടി പരിഗണിക്കുമ്പോൾ വരും ദിവസങ്ങളിൽ വാദപ്രതിവാദങ്ങൾ കനക്കുമെന്ന് കരുതേണ്ടിയിരിക്കുന്നു. ക്രിസ്ത്യൻ വിഭാഗത്തോട് അടുക്കാനുള്ള ശ്രമങ്ങൾക്കിടെ ബി.ജെ.പിക്കും ആർ.എസ്.എസിനുമെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി രംഗത്തെത്തി. മണിപ്പൂരിലെ ക്രൈസ്തവ വിശ്വാസികൾ ഇവിടെ ജീവിക്കേണ്ടതില്ല എന്നാണ് സംഘപരിവാർ തീരുമാനിച്ചതെന്ന് പിണറായി വിജയൻ. ഞങ്ങൾ ഒന്നും അറിഞ്ഞില്ലെന്ന ചില ഉന്നത സ്ഥാനീയർ നടത്തുന്ന ശ്രമങ്ങൾ എല്ലാവർക്കും മനസ്സിലാകുമെന്നും മുഖ്യമന്ത്രി. പാലസ്തീനികളുടെ കാര്യത്തിൽ സിയോണിസ്റ്റുകൾ സ്വീകരിക്കുന്ന നില എന്താണോ അതേ നിലയാണ് ഇവിടെ സംഘപരിവാറുകാർ മണിപ്പൂരിലെ ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരെ സ്വീകരിച്ചത് എന്ന് നാം കാണണം. അതോടൊപ്പം നാം കാണേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ വംശഹത്യയുടെ അടുത്ത്
കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ അതിനകത്ത് ഇടപെടാനോ ആക്രമണത്തിന് ഇരയായവരെ സംരക്ഷിക്കാനോ അക്രമികൾക്കെതിരെ ചെറുവിരൽ അനക്കാനോ തയ്യാറാകാതിരുന്നവർ ഇപ്പോൾ ചില നീക്കങ്ങൾ നടത്തുന്നതായി രാജ്യം ശ്രദ്ധിക്കുന്നു. KCBCക്ക് പിന്നാലെ സജി ചെറിയാനെ തള്ളി BJPയും രംഗത്ത് വന്നു. മന്ത്രിയുടെ പ്രസ്താവന സംസ്ഥാനത്തെ അപമാനിക്കുന്നതിന് തുല്യമെന്ന് വി മുരളീധരന്റെ വിമർശനം. അരമനകൾ കയറിയിറങ്ങിയ ആളാണ് സജി ചെറിയാനെന്നും മുഖ്യമന്ത്രിയുടെ മൗനം അദ്ദേഹത്തിനും ഇതേ നിലപാടുള്ളത് കൊണ്ടാണെന്ന് തോന്നിക്കുന്നുവെന്നും വി മുരളീധരൻ പറഞ്ഞു. ബിഷപ്പുമാരെ അവഹേളിച്ചുകൊണ്ടും അപമാനിച്ചുകൊണ്ടും നടത്തിയിട്ടുള്ള പ്രസ്താവന അത് കേരളത്തിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. കേരളത്തിലെ ഒരു സമുദായത്തെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് സംസ്ഥാനത്തിന്റെ ഭരണം കൈയാളുന്ന ഒരു മന്ത്രി ഈ തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ബിഷപ്പുമാർക്കെതിരെ അപകീർത്തികരമായ പരാമർശമാണ് സജി ചെറിയാൻ നടത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. നവകേരള സദസ്സിൽ തനിക്കെതിരെ മോശമായ പരാമർശങ്ങൾ നടത്തിയ ആളാണ് സജി ചെറിയാൻ. പ്രധാനമന്ത്രി വിളിച്ച സദസ്സിൽ ക്രൈസ്തവ നേതാക്കൾ പോയത് തെറ്റല്ല. അതിന് പോയവരെ കളിയാക്കുകയും പരിഹസിക്കുകയും അല്ല വേണ്ടത്. നവകേരള സദസ്സിൽ പങ്കെടുത്ത ആരെക്കുറിച്ചെങ്കിലും ഞങ്ങൾ മോശമായി പറഞ്ഞോ എന്നും വി ഡി സതീശന്റെ ചോദ്യം. ഈ നവകേരള സദസ്സിൽ ഉടനീളം ഈ സജി ചെറിയാൻ എന്ന് പറഞ്ഞ മന്ത്രി എനിക്കെതിരെ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ വളരെ മോശമായ പരാമർശങ്ങളാണ് എല്ലാം നടത്തുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് ഞങ്ങൾ ബഹിഷ്കരിച്ചു. പക്ഷേ ആ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പ്രഭാത വിരുന്നിൽ എത്രയോ ആളുകൾ പോയി. ഞങ്ങൾ ആരെങ്കിലും അവരെക്കുറിച്ച് മോശമായിട്ട് സംസാരിച്ചു? അപ്പോൾ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെ വിളിക്കുമ്പോൾ ആളുകൾ പോകും. അവർ അധികാര സ്ഥാനത്തിലിരിക്കുന്ന ആളുകളാണ്. അവർ വിളിക്കുമ്പോൾ പോകേണ്ടി വരും. അതൊന്നും ഒരു തെറ്റല്ല. അതിന് പോയവരെ കളിയാക്കുക, പോയവരെ പരിഹസിക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായ നടപടിയല്ല. അത് വളരെ മോശം പരാമർശം. ഇന്ത്യയിൽ ഒട്ടാകെ ക്രൈസ്തവ സമൂഹത്തിനെതിരെ BJP വെല്ലുവിളി ഉയർത്തുന്നുവെന്ന് രമേശ് ചെന്നിത്തല. ക്രിസ്മസ് കരോൾ പോലും വേണ്ടെന്ന് പറഞ്ഞവരാണ് BJP. ആഘോഷ പരിപാടി കൊണ്ട് അതിലൊന്നും മാറ്റമുണ്ടാകില്ല എന്നും ചെന്നിത്തല പറഞ്ഞു. ആരെങ്കിലും ഒരാൾ ക്ഷണിച്ചിട്ടൊരു പരിപാടി പോകുന്നതുകൊണ്ടൊന്നും ക്രൈസ്തവ ജനവിഭാഗങ്ങളുടെ നിലപാടുകളിൽ മാറ്റമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. മണിപ്പൂർ സംഭവം നമ്മുടെ മുമ്പിലുണ്ട്. മണിപ്പൂരിൽ എത്ര ക്രൈസ്തവ ദേവാലയങ്ങളാണ് തകർക്കപ്പെട്ടത്. എത്രയോ ക്രൈസ്തവ സഹോദരന്മാർക്ക് അപകടമുണ്ടായി. ഇന്ത്യയിലൊട്ടാകെ ക്രൈസ്തവ സമൂഹത്തിനെതിരായി എത്ര വലിയ വെല്ലുവിളിയാണ് BJP ഉയർത്തുന്നത്. മധ്യപ്രദേശ് പോലുള്ള സംസ്ഥാനത്ത് അധികാരമേറ്റെടുത്ത പിറ്റേ ദിവസം ക്രിസ്മസ് കരോൾ വേണ്ട എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. അങ്ങനെയുള്ള ആളുകളെ ക്രിസ്മസിന് വിളിച്ചാൽ, ആഘോഷ പരിപാടിക്ക് വിളിച്ചാൽ അവരുടെ നിലപാടിൽ മാറ്റമുണ്ടാകുമെന്ന് ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. അവർ മതേതര നിലപാടുകൾ ക്രൈസ്തവ സമൂഹം എന്നും പുലർത്തിയിട്ടുണ്ട്. അത് നാളെയും പുലർത്തും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. യഥാർത്ഥത്തിൽ നമ്മളൊരു വിഷയം ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന വാക്കുകൾ കൈവിട്ടു പോയാൽ ഉന്നയിക്കുന്ന വിഷയം, ഉന്നയിക്കുന്ന ചോദ്യം, അതിൽ നിന്ന് പൊതുജന ശ്രദ്ധ നഷ്ടപ്പെട്ടു പോകുമെന്നതാണ് അതിൻ്റെ ആത്യന്തികമായ ഫലം. മന്ത്രി ഉപയോഗിച്ച വാക്കുകളിൽ വിവാദം കണ്ടെത്തുമ്പോൾ യഥാർത്ഥ ചോദ്യം ഉത്തരം കിട്ടാതെ അവശേഷിക്കുകയാണെന്ന് സഭാ സുതാര്യതാ സമിതിയുടെ വക്താവ് ഷൈജു ആന്റണി പറയുന്നു. വൈദികരടക്കം കാലങ്ങളോളം ജയിലിൽ കിടക്കുന്നു. ക്രിസ്ത്യൻ ജനത വലിയ ഭയത്തിലും ആശങ്കയിലുമാണ് കഴിയുന്നത്. പക്ഷേ ബിഷപ്പുമാർക്കടക്കം ഈ വിഷയം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്ന് അദ്ദേഹം വിമർശിക്കുന്നു. നമ്മൾ ഒരൊറ്റ കാര്യം ആലോചിക്കണം. ഇന്ത്യയിലെ മുഴുവൻ ക്രിസ്ത്യാനികളും, ഞാൻ അടക്കമുള്ള മുഴുവൻ ക്രിസ്ത്യാനികളും വല്ലാത്ത ആശങ്കയിലാണ്. മണിപ്പൂരിൽ മാത്രമല്ല കേട്ടോ, മണിപ്പൂരിൽ, ജാർഖണ്ഡിൽ, UP-യിൽ, അങ്ങനെ നിരവധി പ്രദേശങ്ങളിൽ അടക്കമുള്ള ആളുകൾ നേരിടുന്ന ക്രിസ്ത്യൻ പേഴ്സിക്യൂഷൻ എന്ന ഒരു വിഷയത്തെ അധികരിച്ച് ഞങ്ങൾ എല്ലാവരും വലിയ ആശങ്കയിലാണ്. പ്രധാനമന്ത്രി സ്വയമേവ നിങ്ങളുടെ ഈ ആശങ്ക എനിക്കറിയാം, ഞങ്ങൾ അതിനെ പരിഹരിക്കാൻ നോക്കുന്നുണ്ട്, എന്തെങ്കിലും ഒരു ആശ്വാസവാക്ക്. ഇനി പോട്ടെ, പ്രധാനമന്ത്രി പറഞ്ഞില്ല, ഞങ്ങളുടെ ബിഷപ്പുമാരാരെങ്കിലും വി ഹാവ് ആൻ ആപ്രിഹെൻഷൻ ലൈക്ക് ദിസ് എന്ന് പറയാമല്ലോ. അതും പറയാൻ കൂട്ടാക്കിയില്ല. അത് ഒരു വലിയ അപകടകരമായ സൂചനയാണ്. ഈ ഒച്ചപ്പാടുകൾക്കിടയിൽ പ്രധാനമന്ത്രി കേരളത്തിൽ റോഡ് ഷോയ്ക്ക് എത്തുന്നു, ഇവിടെ തൃശ്ശൂരിൽ.
അങ്ങനെ ഇപ്പോൾ ഷോ കാണിക്കേണ്ട എന്നൊരു നിലപാട് കോർപ്പറേഷൻ സ്വീകരിച്ചു. റോഡ് ഷോയുടെ പ്രചരണാർത്ഥം സ്ഥാപിച്ച ബോർഡുകൾ എടുത്തുമാറ്റി. BJP നേതാക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. പ്രതിഷേധത്തെ തുടർന്ന് ഫ്ലെക്സ് ബോർഡുകൾ കോർപ്പറേഷൻ ജീവനക്കാർ തന്നെ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ഇത് മനഃപൂർവ്വം പ്രധാനമന്ത്രിയുടെ പരിപാടി അലങ്കോലമാക്കാൻ വേണ്ടി മനഃപൂർവ്വം ഈ CPM നേതൃത്വം മേയറും ചേർന്ന് നടത്തുന്ന നടപടിയാണ്. ഇതെന്താണ്? നരേന്ദ്രമോദിയുടെ ബോർഡ് മാത്രം വെക്കാൻ പാടില്ല. ഇത് എന്തുത്തരവാണ്? ആരാണ് ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ച്? എല്ലാ പാർട്ടികളും പരിപാടി നടക്കുമ്പോൾ വ്യാപകമായിട്ട് ബോർഡ് വെക്കാറുണ്ടല്ലോ. ഇപ്പൊ ഞങ്ങൾ വെച്ചതിന് 4 ഇരട്ടി ബോർഡുകളാണ് നവകേരള സദസ്സിന് വെച്ചത്. നവകേരള സദസ്സിന്റെ ബോർഡ് വഴിയിൽ തടഞ്ഞ് ഈ തൃശ്ശൂർ നഗരത്തിൽ കൂടി നടക്കാൻ സാധിക്കായിരുന്നില്ല. അപകടകരമായിട്ടുള്ള സ്ഥിതിയിൽ അതിന് 4-1 ബോർഡ് പോലും ഞങ്ങൾ സ്ഥാപിച്ചിട്ടില്ല. ഞങ്ങൾ സ്ഥാപിച്ച ഒരു ബോർഡ് പോലും ഇവിടുത്തെ ഗതാഗതം തടസ്സപ്പെടുന്ന രീതിയിൽ ഞങ്ങൾ വെച്ചിട്ടില്ല. ഞങ്ങൾ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട്. അപകടകരമായിട്ടുള്ള സ്ഥലത്ത് അപകടകരമായിട്ടുള്ള വിധത്തിൽ ഒരു ബോർഡ് പോലും ഞങ്ങൾ സ്ഥാപിച്ചിട്ടില്ല. കോർപ്പറേഷൻ അധികൃതർ എന്താ ഈ കാര്യത്തിൽ പറയുന്നുണ്ട്? കോർപ്പറേഷൻ അധികൃതർ ഞങ്ങൾ വിളിച്ച് ബന്ധപ്പെട്ടിട്ടും അവർ ഈ നടപടിയിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല. അവർ കോർപ്പറേഷനെ വണ്ടി വിട്ടുകൊടുത്ത് വ്യാപകമായിട്ട് തൃശ്ശൂർ നഗരത്തിലെ ബോർഡുകൾ അഴിച്ചു മാറ്റിയാണ്. ഞങ്ങൾ ചോദിക്കുന്നത്, പിണറായി വിജയന്റെ തല വെച്ച് അവിടെ ഒരു കുഴപ്പമില്ല, വ്യാപകമായിട്ട് വെച്ചില്ലേ? വ്യാപകമായിട്ട് ഇപ്പോഴും അഴിച്ചു മാറ്റിയിട്ടില്ല. പല സ്ഥലത്തും INTUC സംസ്ഥാന സമ്മേളനം മിനിഞ്ഞാന്ന് ഇവിടെ നടന്നു. ഈ നഗരത്തിൽ വ്യാപകമായിട്ട് ബോർഡ് വെച്ചു. ഒരാളും ബോർഡ് അഴിച്ചു മാറ്റിയില്ല. അപ്പോൾ CPM-ന് ഒരു നിയമം, കോൺഗ്രസിന് ഒരു നിയമം, BJP-ക്ക് മാത്രം വേറൊരു നിയമം. എന്ത് നിയമം? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ബോർഡ് വെക്കാൻ പാടില്ലേ തൃശ്ശൂര്? അങ്ങനെ എന്തെങ്കിലും ഉത്തരവുണ്ടോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ തല കാണാൻ പാടില്ല, നരേന്ദ്രമോദിയുടെ തല പ്രദർശിപ്പിക്കാൻ പാടില്ല. അതെന്ത് നിയമമാണെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇത്